ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇവിടെയാണ് രാമായണം പറയുന്നത് വ്യക്തമായൊരു എന്ത് വേണം? ലക്ഷ്യബോധം വേണം. എന്താണ് എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥമായൊരു ലക്ഷ്യം? നമ്മുടെ പൂർവികന്മാര് ഈ ചോദ്യം അവരോട് തന്നെ ചോദിച്ചു. അവര് നോക്കിയപ്പോ, പ്രകൃതിയിലേക്ക് നോക്കിയപ്പോ, ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുന്ന ജീവജാലങ്ങളെല്ലാം നിലനിൽക്കുന്നത് പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ്. അവർക്ക് മനസ്സിലായി, ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിതം നിലനിർത്തണമെങ്കിൽ അവശ്യമായി 3 വസ്തുക്കളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? അവശ്യം 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, പിന്നെ ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറും വെള്ളം മതി. പക്ഷെ 3ാമത്തത് അടിയന്തരമാണ്. എന്താണ്? ഈ ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ അതിനൊരു സംരക്ഷണം ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട് അങ്ങനെ എന്തെങ്കിലും കറുത്തെടുക്കാം. അന്ന് അവര് മനസ്സിലാക്കി, ഈ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചൂട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ടെങ്കിലേ എന്താണ് അതിന് പറയാ, ഒരു ഊഷ്മളത ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ചൂടും ഇതിലുണ്ടായിക്കൂടാ, കൂടുതൽ തണുപ്പും ഉണ്ടായിക്കൂടാ. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ ഈ ശരീരം നിലനിൽക്കണം. അപ്പൊ അതിന് പറ്റിയൊരു പരിതസ്ഥിതി അവന് വേണം. ഇത് 3 ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കാം മനുഷ്യൻ പിന്നീട് വിഭവ സമാഹരണം ആരംഭിച്ചത്. അപ്പോഴേക്കും അവന് പല പ്രശ്നങ്ങളും വന്നു. ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും അഗ്നിബാധകളും. അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അതൊന്നും അധികം ബാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് അവൻ മനുഷ്യജീവിതം കൊണ്ടുവന്ന് പിന്നെ അവന് വേണ്ടുന്ന ആഹാരാദികൾ അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ ശരീരത്തിന്റെ ഊഷ്മളത നിലനിർത്താൻ പറ്റുന്ന വസ്ത്രങ്ങൾ അവൻ കണ്ടുപിടിച്ചു. ആദ്യകാലത്ത് മനുഷ്യൻ നഗ്നതയ്ക്ക് വേണ്ടിയിട്ട് ആവില്യ വസ്ത്രം കണ്ടുപിടിച്ചത്. ആദ്യകാലത്ത് അവന് ശരീരത്തിന്റെ ആ ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം മനുഷ്യൻ വസ്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെയൊക്കെ വസ്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ച് വീട് തുടങ്ങിയതൊക്കെ ഡെവലപ്മെന്റ് വന്ന് ക്രമേണ മനുഷ്യൻ വികസിച്ചപ്പോ പ്രകൃതി മനുഷ്യനെ പല പാഠങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴവന് പല ചോദ്യങ്ങളും വന്നു. ഇതൊന്നും എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ലല്ലോ, ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അങ്ങനെ അവന്റെ ചിന്തകളിൽ വ്യാപരിച്ച് അങ്ങനെ മനുഷ്യൻ അതിലൊന്നും തൃപ്തനാവാതെ ഒരു ചോദ്യം അവൻ ചോദിക്കുകയാണ്. എന്തിനാണ് നാം ഇങ്ങോട്ട് ജനിച്ചു വന്നിരിക്കുന്നത്? മനുഷ്യന്റെ ജന്മത്തിന്റെ രഹസ്യം എന്താണ്? ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം മനുഷ്യൻ ജനിച്ചത്? കേവലം കുറെ കഴിച്ച്, കുറെ കുടിച്ച്, കുറെ സുഖമായി ജീവിച്ച് അങ്ങനെ വീണ്ടും മണ്ണിലേക്ക്, മരണത്തിലേക്ക് പോകുന്നതാണോ ജീവിതം? ഇതിനു വേണ്ടിയായിരിക്കോ മനുഷ്യൻ ജനിച്ചത്? ഇതിനു വേണ്ടിയായിരിക്കോ മനുഷ്യന് ബുദ്ധി തന്നത്? അവരതിൽ സാറ്റിസ്ഫൈഡ് ആയില്ല, സംതൃപ്തരായില്ല. അവര് വീണ്ടും ചിന്തകൾ വ്യാപരിപ്പിച്ചു. ഒരു ചോദ്യത്തിലേക്ക് അവരെത്തി. ആ ചോദ്യമായിരുന്നു, എവിടെ നിന്നാണ് ജീവിതത്തിന്റെ ഉൽപ്പത്തി? ഭൗതിക ശാസ്ത്രജ്ഞന്മാര് ഈ ലോകം എവിടെ നിന്ന് വികസിച്ചു എന്ന് ചിന്തിച്ചത് മുമ്പ് നമ്മുടെ പൂർവികന്മാര്, ഋഷിമാര് ചിന്തിച്ചു, എവിടെ നിന്നാണ് ജീവിതത്തിന്റെ ഉൽപ്പത്തി? ഈ ജീവിതം എവിടെ നിന്ന് വന്നു? അവര് നോക്കിയപ്പോൾ മനസ്സിലായത്, പ്രകൃതിയിൽ നിന്നല്ല ജീവിതം വന്നത്. പ്രകൃതിയിൽ നിന്നെന്ന് പറഞ്ഞാല് വെള്ളവും വായുവിൽ നിന്നും അല്ല ജീവിതം വന്നത്. ജീവിതം വന്നിരിക്കുന്നത് ഒരച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണല്ലോ വന്നിരിക്കുന്നത്.
ആ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ബീജരൂപത്തിൽ അണ്ഡരൂപത്തിൽ ഗർഭപാത്രത്തിലേക്ക് വീണ് വീണ്ടും അവിടെ നിന്ന് വികസിച്ച് മനുഷ്യരൂപത്തിലേക്ക് ഒരു ശരീരം വന്നപ്പോ അവർക്ക് മനസ്സിലായി കേവലം ബീജമല്ല മനുഷ്യജന്മത്തിന്റെ പിന്നിലുള്ളത്. ആ ഒരു ബീജത്തെ പോലും സൃഷ്ടിക്കാൻ പ്രേരണ കൊടുക്കുന്ന ഒരു ശക്തിവിശേഷം, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, മനസ്സുകൊണ്ടൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ശക്തിവിശേഷം ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ജീവിതം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശരീരം നിലനിർത്തുന്നതും ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷം ഈ ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ശക്തി? അവര് തങ്ങളുടെ മനസ്സിനെ ആ ശക്തിയിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കാൻ പരിശീലിപ്പിച്ചു. ആ ശക്തിയിലേക്ക് മനസ്സ് ലയിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ശക്തി തന്നെയാണ് എന്നുമെന്നുമെന്നും കൂടെയുള്ളത്. അവരാ നിമിഷം ആ ശക്തിയെ വിളിച്ചു ഈശ്വരൻ, ആത്മാവ്, ബോധം, ബ്രഹ്മം എന്നൊക്കെ വിളിച്ചു. അങ്ങനെ അന്നു മുതൽ അവർക്ക് മനസ്സിലായി ജീവിതം വന്നിരിക്കുന്നത് ആത്മാവായ ചൈതന്യമായ ബ്രഹ്മമായ ചൈതന്യ ശക്തിയിൽ നിന്നാണ്. അത് തന്നെയാണ് ഈശ്വരൻ. ഇത് മനസ്സിലായ അന്നു മുതൽ അവരുറക്കെ വിളിച്ചു പറഞ്ഞു ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തിരിച്ചു പോകുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അവർക്ക് മനസ്സിലായി ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ അച്ഛൻ കഴിച്ച അമ്മ കഴിച്ച ആഹാരത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ ശരീരം, ആ ആഹാരം വന്നിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ഈ ശരീരം വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം വീണ്ടും നിലനിർത്തിയത് ആഹാരത്താലും വെള്ളത്താലും, അതും വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അവസാനം ഈ ശരീരം തിരിച്ചു പോകുന്നതും എവിടെ നിന്നാണോ ഈ ശരീരം വന്നിരിക്കുന്നത് അതിലേക്ക് തന്നെയാണ് ശരീരം തിരിച്ചു പോകുന്നത്. അവരുറക്കെ വിളിച്ചു പറഞ്ഞു യഥോ ഇമാനി ഭൂതാനി ജായന്തെ, എവിടെ നിന്ന് ഭൂതങ്ങൾ ജനിച്ചു വരുന്നുവോ അതിലേക്ക് തന്നെ ഭൂതങ്ങൾ തിരിച്ചു പോകുന്നു. പ്രകൃതിയുടെ ഒരു നിയമം ഇതാണ്, പ്രകൃതിയുടെ ലക്ഷ്യം ഇതാണ്. വന്നതിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ചക്രം ഇവിടെ ഇങ്ങനെ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരില വീണ് മണ്ണിലേക്ക് ലയിച്ചു വീണ്ടും അത് വളമായി ഇലയായി, വീണ്ടും അത് വീണ്ടും മണ്ണിലേക്ക് ലയിച്ചു വീണ്ടും അത് വളമായി, അത് വൃക്ഷം വലിച്ചെടുത്ത് വീണ്ടും ഇലയായി, വീണ്ടും അത് വീണ് മണ്ണിലേക്ക് ലയിച്ചു. ഇങ്ങനെ വീണ്ടും ഉണ്ടായി പുനരഭി ജനനം പുനരഭി മരണം, പുനരഭി ജനനം പുനരഭി മരണം. ഈ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടലിലെ വെള്ളം നീരാവിയായി ആകാശത്തിലെത്തി കാർമേഘമായി പല ദിക്കിലും പെയ്ത് അത് പിന്നെ പർവ്വതങ്ങളിലൂടെ അരുവിയായി ഉത്ഭവിച്ച് നദിയായി വീണ്ടും ഒഴുകി 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 കടലിലെത്തി വീണ്ടും അത് നീരാവിയായി ഇങ്ങനെ ഒഴുകി വീണ്ടും അതെത്തി. ഇങ്ങനെയൊരു ചക്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകൃതിയിൽ നമ്മൾ കാണുന്നു പ്രിയാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ് ഇങ്ങനെ ജനനം മുതൽ മരണം വരെയുള്ളതാണോ ജീവിതം? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഈ ശരീരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ ശരീരത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ശരീരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? അത് വന്നതിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു വസ്തുവിന് പൂർണ്ണത വരുന്നത് എപ്പോഴായിരിക്കണം? അത് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ തിരിച്ചപ്പെടുത്തുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത്, അല്ലേ? വെള്ളം ഒഴുകി 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 വീണ്ടും അത് കടലിലെത്തുമ്പോൾ പിന്നെ അതിനെങ്ങോട്ടെങ്കിലും ഒഴുകാനുണ്ടോ? അതിന് ഒഴുക്ക് നിന്നു. കാരണം അത് പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം ജീവിക്കുന്ന വിശപ്പും ദാഹവും അനുഭവങ്ങൾ അനുഭവിപ്പിച്ചു തരുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതിസവിശേഷമായ മനസ്സെന്നൊരു ശക്തിയുണ്ടല്ലോ, ഓരോരുത്തരെയും മനുഷ്യരാണെങ്കിലും വ്യത്യസ്തരാക്കുന്നത്
മനസ്സെന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിൽ ഈ മനസ്സിനും ഉണ്ടാവില്ലേ ഒരു പൂർണ്ണത, ഈ മനസ്സിനും ഉണ്ടാവില്ലേ ഒരു ലക്ഷ്യം? അതെവിടെയായിരിക്കണം? ഇതവരത് അതികുലങ്കുഷമായി ചിന്തിച്ചു. ശരീരത്തിനൊരു ലക്ഷ്യമുള്ളതുപോലെ ഈ ശരീരത്തെ ഉണർത്തുകയും ശരീരത്തിലൂടെ പെരുമാറ്റങ്ങൾ കാണിക്കുകയും അനുഭവങ്ങൾ അനുഭവിക്കുകയും അങ്ങനെയൊക്കെ ഈ ശരീരത്തെ കൊണ്ടു നടക്കുന്ന മനസ്സിനും ഉണ്ടാവണം ഒരു ലക്ഷ്യം. അതെന്തായിരിക്കണം? അതിനും ഒരു ഉറവിടമുണ്ടായിരിക്കണം. ആ മനസ്സും അവസാനം എത്തിച്ചേരേണ്ടത് ആ ഉറവിടത്തിലേക്കായിരിക്കണം. അപ്പൊ അവരുടെ ചോദ്യം എന്തായിരിക്കണം? എവിടെ നിന്നായിരിക്കണം മനസ്സുത്ഭവിച്ചിരിക്കുന്നത്? മനസ്സിന്റെ ഉറവിടം എവിടെയാണ്? അവര് മനസ്സിലാക്കി മനസ്സ് പ്രകൃതിയിൽ നിന്നല്ല ഉണ്ടായിരിക്കുന്നത്. മനസ്സൊരിക്കലും പ്രകൃതിയിൽ നിന്നല്ല. എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്നല്ല എന്ന് പറയാൻ കാരണം? നിങ്ങൾ വളരെ ആലോചിക്കണേ ഞാൻ പറയുന്നതിന്. എടുത്തിയാടി ഉത്തരം പറയണ്ട, ഒന്ന് ആലോചിച്ചിട്ട് പറയും. പ്രകൃതിയിൽ നിന്നല്ല മനസ്സ് ഉത്ഭവിച്ചത് എന്ന് എന്തുകൊണ്ടായിരിക്കണം പറയാൻ കാരണം? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ വ്യത്യസ്ത രീതിയിലാണ്. പ്രകൃതിയിൽ നിന്നായിരുന്നു ഉത്ഭവിച്ചതെങ്കിൽ കോപമുണ്ടായിരുന്നു. അവിടെയാണ് വ്യത്യാസം. മനസ്സിലായില്ലേ? ഒരേ അച്ഛന്റെയും അമ്മയുടെയും മക്കള് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് മനസ്സുത്ഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കളിലെല്ലാം അച്ഛന്റെ അതേ സ്വഭാവം കാണണം, അമ്മയുടെ അതേ സ്വഭാവം കാണണം. ചില കുട്ടികളെ നോക്കിയിട്ട് അച്ഛൻ പറയാറില്ലേ നിന്റെ സ്വഭാവം അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്? ചില കുട്ടികളെ നോക്കിയിട്ട് അമ്മ പറയാറില്ലേ എന്ത് നിങ്ങളെല്ലാം കുനുട്ടു ബുദ്ധി അതിനുണ്ട്, നല്ല സ്വഭാവം പറയില്ല. നിങ്ങളെല്ലാ ദുഷ്സ്വഭാവങ്ങളും അതിനങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലത് അച്ഛൻ അംഗീകരിക്കില്ല ഇത് എന്റേതാണെന്ന്, ചിലത് അമ്മ അംഗീകരിക്കില്ല എന്റെയാണെന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. കുട്ടികൾ നല്ലവരാണെങ്കിൽ അമ്മയെ കുറിച്ചാ പറയുക, ഓ ആ അമ്മയുടെ മകനാണ് കേട്ടോ എന്നുള്ളത്. കുട്ടികൾ എങ്ങാനും വഴിതെറ്റിയിട്ട് പോവുകയാണെങ്കിൽ പറയും ആ അച്ഛന്റെ സ്വഭാവം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത് എനിക്കറിയില്ല. നാട്ടിൻപുറത്ത് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ശേഖരന്റെ മകൻ കണ്ടില്ലേ, ആ ശേഖരന്റെ അത്യ സ്വഭാവം ഉണ്ട്. നേരെ മറിച്ച് ആ കുട്ടി നല്ല മിടുക്കനും അനുസരണശീലമുള്ളവനും സത്യസന്ധനൊക്കെ ആണെങ്കിൽ പറയും ഓ ആ ശാരദയുടെ മകൻ, ആ ശാരദയുടെ വല്ല അമ്മയുടെ ബന്ധപ്പെടുത്തുക. ശരിയല്ലേ? നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ? നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ അമ്മയായിട്ട് ബന്ധപ്പെടുത്തും, ചീത്ത സ്വഭാവമാണെങ്കിൽ അച്ഛനായിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. കാലഘട്ടം കൊണ്ട് വന്നതായിരിക്കാം. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രകൃതിയിൽ നിന്നാണ് മനസ്സ് വന്നതെങ്കിൽ എല്ലാ മനസ്സും ഒരേപോലെ ഇരിക്കണം. അപ്പൊ അവർക്ക് മനസ്സിലായി മനസ്സ് വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നല്ല. പിന്നെ എവിടെ നിന്ന് വന്നു? മനസ്സ് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഈശ്വര ശക്തിയിൽ നിന്നാണ്, ചൈതന്യത്തിൽ നിന്നാണ്. അതെങ്ങനെ മനസ്സിലായി? മനസ്സിന് ഉണരണമെങ്കിൽ, മനസ്സിന് ചിന്തിക്കണമെങ്കിൽ, മനസ്സിന് ഉറങ്ങണമെങ്കിൽ ഈ ശരീരത്തിൽ ആരുടെ സാന്നിധ്യം വേണം? ഈശ്വര ശക്തി ആവശ്യമുണ്ട്. ഒരാളുടെ ശരീരത്തെ കീറി മുറിക്കുന്ന സമയത്ത് ഡോക്ടർ അനസ്തീഷ തന്ന് അയാളുടെ ബോധം കെടുത്തുന്നു. ബോധം കെടുത്തുക എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിനെ മുഴുവൻ ഉറക്കുന്നു. അങ്ങനെ ഉറക്കുന്ന ഡോക്ടർക്ക് നല്ല ബോധ്യമുണ്ട് അയാളിൽ ജീവന്റെ സാന്നിധ്യമുള്ളിടത്തോളം കാലം മനസ്സ് വീണ്ടും ഉണർന്നു വരുന്നു. എന്നാൽ ജീവസാന്നിധ്യം പോയ ഒരു മനുഷ്യ ശരീരത്തിലും ഇന്നേ വരെ മനസ്സ് ഉണർന്നിട്ടില്ല. ഉണ്ടോ? ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനസ്തീഷ്യ കൊടുത്തിട്ട് സമയത്തിന്റെ ഉള്ളിൽ ആള് ഉണർന്നിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോഴാണ് അയാളുടെ താളം തെറ്റുന്നത്. ഉണർത്താൻ മരുന്ന് കുത്തിവെച്ചാലും അയാൾ ഉണരണം എന്നില്ല. ഉറക്കാൻ മരുന്നുകളുണ്ട്, പക്ഷെ ഉണർത്താൻ മരുന്നുകളില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊരു വലിയൊരു പ്രതിസന്ധി ഇന്നും ഉണ്ട്. അപ്പോ എവിടെ നിന്നാണ് മനസ്സ് വന്നിരിക്കുന്നത്?
ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ ശക്തിയിൽ നിന്നാണ്. അത് നിലനിൽക്കുന്നതും ആ ശക്തി ഇപ്പോ കൂടെയുള്ളത് കൊണ്ടാണെങ്കിൽ അത് തിരിച്ചു പോവേണ്ടതും അതേ ശക്തിയിലേക്കാണ്. അതിനെ അവര് വിളിച്ചു മോക്ഷം എന്ന് വിളിച്ചു. മനസ്സ് അതിന്റെ ഉറവിടത്തിലേക്ക് ലയിക്കുന്നതിനെയാണ് മോക്ഷം എന്നവർ വിളിച്ചത്. അതുകൊണ്ട് അവരുറക്കെ വിളിച്ചു പറഞ്ഞു, മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മോക്ഷമായിരിക്കണം. അവന്റെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം അവൻ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? മോക്ഷത്തിന് വേണ്ടിയിട്ടായിരിക്കണം. മോക്ഷം എന്ന് പറഞ്ഞാൽ അർത്ഥം ആരോ തരുന്നതല്ല, തന്റെ മനസ്സിനെ അതിന്റെ ഉറവിടത്തിലേക്ക് ലയിപ്പിക്കുന്നതാണ് മോക്ഷം. അവര് മറ്റൊരു പേര് വിളിച്ചു സമാധി, മനസ്സിന്റെ ലയം. ആ ഒരു അനുഭൂതിയിലേക്ക് ഉയർന്നാൽ അവര് അനുഭവത്തിലൂടെ മനസ്സിലാക്കി അവിടെ ദുഃഖമില്ല, അവിടെ ഭയമില്ല, അവിടെ തളർച്ചയില്ല, അവിടെ യാതൊരു അവശതയുമില്ല, അവിടെ വിശപ്പില്ല, അവിടെ ദാഹമില്ല. എന്നാൽ അവിടെ പരമാനന്ദവും പരമസംതൃപ്തിയുമുണ്ട്. ഈ അനുഭൂതിയാണ് ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായൊരു അനുഭൂതി എന്നവരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മനസ്സിലായില്ലേ? പൂർവികന്മാര് ഈ ലക്ഷ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരായി. പക്ഷേ അങ്ങനെ മനസ്സിലാക്കിയാലും മനസ്സിനെ അത്ര വേഗം അതിന്റെ ഉറവിടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നും അവര് തിരിച്ചറിഞ്ഞു. അതെന്താവോ അതിനൊരു പ്രയാസം? കാരണം എത്രയോ കാലമായി മനസ്സ് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിച്ചത് പ്രകൃതിയിലായതുകൊണ്ട് മനസ്സിന്റെ സംസ്കാരം മുഴുവൻ അത് വന്നിരിക്കുന്ന ഉറവിടമായിരിക്കുന്ന ചൈതന്യത്തെക്കാൾ കൂടുതൽ പ്രകൃതിയിലുള്ള ആളുകളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും അനുഭവിച്ച കാമനകളെക്കുറിച്ചും ഇനി അനുഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് അതിൽ കൂടുതൽ എന്തുള്ളത്? സംസ്കാരങ്ങളുള്ളത്. മനസ്സ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഉറച്ചിരിക്കുന്നത്, കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പ്രകൃതിയെയാണ്. അതുകൊണ്ട് അത്ര എളുപ്പത്തിലൊന്നും മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ ഉറവിടത്തിലേക്ക്, ചൈതന്യത്തിലേക്ക്, ഈശ്വരനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു, ആ മനസ്സിനെ അതിലേക്ക് എത്തിക്കാൻ ഒരു വ്യക്തമായ ജീവിത ചിട്ട വേണം. അതിനെയാണ് അവര് ധർമ്മം എന്ന് വിളിച്ചത്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഏതൊരു ചിട്ടയിലൂടെ ജീവിച്ചാലാണോ മനസ്സിനെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധനത്തിൽ നിന്നും വേർപ്പെടുത്തി ആ മനസ്സിനെ അതിന്റെ ഉറവിടമായ ഈശ്വര ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കാൻ സാധിക്കുക, ആ ജീവിതത്തെയാണ് അവര് ധാർമ്മിക ജീവിതം എന്ന് വിളിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ രസമാണത്. വെറുതെ അച്ഛനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് വിഡിത്തമാണത്. പണ്ടുകാലത്ത് പറയാതെ തന്നെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാറ്റിനും ഡേ വേണം. വാലന്റൈൻ ഡേ. ഇതിനൊന്നും ഞാനൊന്ന് എതിരല്ലേ. കാമുകിയെ സ്നേഹിക്കാൻ ഒരു ദിവസം, ഇനി അത് കഴിഞ്ഞാൽ അവളെ കെട്ടിയ ദിവസം മുതൽ ഭാര്യയെ സ്നേഹിക്കാൻ ഒരു ദിവസം, അതുപോലെ അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസം. എന്താണത്രേ? മദേഴ്സ് ഡേ. അമ്മയ്ക്കൊരു റോസാപ്പൂ കൊണ്ടു കൊടുത്തിട്ട് അമ്മയോട് പറയണം, മമ്മി മമ്മി ഐ റിയലി ലവ് യു. എന്നിട്ട് അമ്മയ്ക്കൊരു ഉമ്മയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മദേഴ്സ് ഡേ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അത് ടി വിയിലോ അല്ലെങ്കിൽ പത്രത്തിലോ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ദ വേൾഡ് സെലിബ്രേറ്റഡ് മദേഴ്സ് ഡേ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പാരന്റ്സ് ഡേ വരും, അച്ഛന്റെ ഡേ വരും, അത് കഴിഞ്ഞാൽ മക്കളുടെ ഡേ വരും. ഇനി എന്നാവോ ശവത്തിന്റെ ഡേ വരിക, അതും വരാതെ. ഇങ്ങനെയൊക്കെ ഡേ വെച്ചതുകൊണ്ടാണ് ജീവിതമൊക്കെ കുഴപ്പത്തിലായത്. ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ തമ്മിൽ തെറ്റിയെന്തോ പ്രശ്നം കാരണം ഭർത്താവിരുന്ന് ഇങ്ങനെ തിരയുന്നുണ്ട് അലമാരയില്. ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ അവിടെ നിന്ന് തപ്പണമെന്ന് വെച്ചു. എടി മാരേജ് സർട്ടിഫിക്കറ്റ് തപ്പുകയാണെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അതിനെന്തിനാ എത്ര തപ്പണത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എടുത്തു തരില്ലേന്ന്. എടുത്തു കാണിയെന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ടു. ഭാര്യ ഉടനെ ഷെൽഫിൽ എവിടുന്നോ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഒരു സന്ധ്യാസമയത്ത് അവർ തമ്മിൽ തെറ്റിയതേ.
ഭർത്താവിന്റെ ടോർച്ച് അടിച്ച് നോക്കണം അതിന്റെ അകത്തേക്ക്. ഇനി എന്താ നിങ്ങൾ അതിന്റെ അകത്ത് നോക്കണത് എന്ന്? എടി അതിൽ മാരേജ് ഡേ എഴുതിയിട്ടുണ്ട്, എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടില്ല, അതാ നോക്കണത് എന്ന്. മാരേജ് ഡേറ്റ് എഴുതിയിട്ടുണ്ട്, അതല്ലേ ഇതിൽ എഴുതുള്ളൂ. അയാൾ നോക്കുന്നത് എക്സ്പയറി ഡേറ്റ് ആണ്, എന്നാളെ തൊട്ട് ഇനിയിപ്പോ അവളെ ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളത്. ഇതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ധാർമ്മികമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നീ നിന്റെ അച്ഛനെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, മറ്റവരെ സ്നേഹിക്കണം എന്നുള്ള വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് പ്രിയൻ. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതല്ല, ഇതെല്ലാം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആചരിക്കേണ്ടതാണ്, പറയാനുള്ളതല്ല. ഇന്ന് നമ്മൾ ഭാരതത്തിൽ കാണുന്നത് ധർമ്മം ആചരിക്കുകയല്ല, ധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മകനോട് പറയാണ് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കൂ, അല്ലെങ്കിൽ മകളോട് പറയാണ് നീ നിന്റെ ഭർത്താവിനെയും കുട്ടികളെയും സ്നേഹിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ധർമ്മം ആചരിക്കുകയല്ല ചെയ്യുന്നത്, ധർമ്മം പറയാണ്. എത്രത്തോളം മാറ്റം ഒന്ന് നോക്കൂ. അപ്പൊ ധർമ്മം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കണം? ധർമ്മം ആചരിക്കാത്തതുകൊണ്ടാണ്. ധർമ്മം ആചരിക്കാത്ത എന്തുകൊണ്ടായിരിക്കണം? അവനവന്റെ ധർമ്മം, പിതൃധർമ്മം, മാതൃധർമ്മം, ഭാര്യാധർമ്മം, കുടുംബധർമ്മം, സാമൂഹിക ധർമ്മം, പ്രകൃതി ധർമ്മം, ഇതൊക്കെ മനുഷ്യക്കാത്തതിന് കാരണം എന്തിനാണ് താനിങ്ങനെ ജീവിക്കുന്നതെന്ന വ്യക്തമായൊരു ബോധമില്ലാത്തത് കൊണ്ടാണ്. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലായില്ലേ? പൂർവികന്മാർ ആദ്യം ധർമ്മമല്ല പറഞ്ഞത്, ആദ്യം അവർ മനസ്സിലാക്കിയത് ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. തന്റെ മനസ്സിനെ പ്രകൃതിയിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഉറവിടമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ പരിപൂർണമായ ശാന്തിയും സ്വസ്ഥതയും പരമാനന്ദവും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇനി ഒരിക്കലും പുനർജനിക്കേണ്ട ആവശ്യമില്ല. അതതിന്റെ ഉറവിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്നേക്കുമായി താൻ ജീവിതത്തിൽ എന്തിനാണോ ഇങ്ങോട്ട് ജനിച്ചു വന്നത്, ജീവിതത്തിൽ നേടേണ്ടത് അത് താൻ നേടിക്കഴിഞ്ഞു, പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. വെള്ളം കടലിൽ ചേർന്നാൽ പൂർണ്ണമാവുന്നത് പോലെ, ഈ ശരീരം മണ്ണിൽ ലയിച്ചാൽ പൂർണ്ണമാവുന്നത് പോലെ, മനസ്സ് ഈശ്വര ചൈതന്യത്തിൽ ലയിച്ചാൽ മനസ്സും പൂർണ്ണമായി. അതിലേക്ക് ഉയരണമെങ്കിൽ ഒരു പ്രത്യേക ചിട്ടയോടുകൂടി താൻ ജീവിക്കണമെന്നും ആ ചിട്ടയോടുകൂടിയ ജീവിതത്തെയാണ് അവര് ധർമ്മം എന്ന് വിളിച്ചത് എന്ന് പ്രിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവര് ധർമ്മം പറയുകയല്ല ചെയ്തത്, ധർമ്മം ആചരിച്ചു. അപ്പൊ അവരുടെ ആ ധാർമ്മിക ജീവിതത്തിൽ 4 കാര്യങ്ങൾ അവർക്ക് ബോധ്യമായി. ധർമ്മം എന്നുള്ള ശബ്ദത്തിന് അവര് അർത്ഥം വെച്ചത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, ഒരു മനുഷ്യന്റെ ജീവിതത്തെ സമ്പൂർണമാക്കാൻ ഏറ്റവും വേണ്ടത് വ്യക്തമായ അറിവാണ്. അതുകൊണ്ട് ധർമ്മത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് സത്സംഗമാണ്. അറിവുള്ളവരിൽ നിന്നും അറിവിനെ ആർജിച്ചെടുക്കുക. അതിന് വേണ്ടത് ജിജ്ഞാസയാണ്. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ. അപ്പൊ ധർമ്മത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ജിജ്ഞാസയും അത് മനസ്സിലാക്കിത്തരാൻ പറ്റുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കവും സത്സംഗമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരെ ധർമാത്മാക്കൾ എന്ന് പറയുന്നത്, ധാർമ്മികരെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ സത്സംഗങ്ങളിലേക്ക് മനസ്സ് തിരിയും തോറും സമൂഹം നിങ്ങളെ ഒരു പേര് വിളിക്കും കുറെ കഴിഞ്ഞാൽ. എന്ത്? ധാർമ്മിക ജീവിതം നയിക്കുന്നവർ, ധർമാത്മാക്കൾ എന്ന്. പക്ഷെ ഇന്നിപ്പോ അർത്ഥമൊക്കെ പോയി. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ധർമാത്മാക്കൾ എന്ന് വിളിക്കുന്നത് ചൊവ്വാഴ്ചകളിലും അവർക്ക് ഓരോ ദിവസമുണ്ട് ധർമ്മക്കാർക്ക്, അവർക്കാണ്. അവര് നമ്മളെക്കാളും ഭേദാണ്. ഒരിക്കലൊരു പിച്ചക്കാരൻ, അയാൾക്ക് സ്ഥിരം ഒരു കസ്റ്റമർ, ഒരു അമ്പലത്തിൽ ഒരാൾ യാചിക്കും. അപ്പൊ ഒരാൾ വന്നിട്ട്, ഒരു ജെന്റിൽമാൻ വന്നിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും 10 രൂപ കൊടുക്കും. എപ്പോ വന്നാലും 10 രൂപ കൊടുക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇയാൾ 5 രൂപയാക്കി. ഈ പിച്ചക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം എനിക്ക് 10 രൂപയായിരുന്നു തന്നത്, അതെന്താ പെട്ടെന്ന് നിങ്ങൾ 5 രൂപയാക്കിയെന്ന്? അപ്പൊ അയാൾ പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. എനിക്കൊരു ഭാര്യയുണ്ട്, ഇനി എനിക്ക് അവളെയും കൂടി ഒന്ന് നോക്കണം. അപ്പൊ ചെലവൊക്കെ കൂടിയില്ലേ, അതുകൊണ്ടാണ് നിനക്ക് തരാനുള്ള ഷെയർ ഒന്ന് ഞാൻ കുറച്ചത്.
അപ്പൊ അയാളൊന്നും പറഞ്ഞില്ല. 5 രൂപയ്ക്ക് 5 രൂപ സ്വീകരിക്കാൻ തുടങ്ങി. ഒരു 2 വർഷം കഴിഞ്ഞപ്പോ ഇയാൾ 2 രൂപയ്ക്ക്. നിങ്ങൾ 5 രൂപയ്ക്ക് 5 രൂപ തന്നിരുന്നു, ഇപ്പൊ നിങ്ങളത് 2 രൂപയ്ക്ക്. അതെന്താ നിങ്ങൾ അതിലും കുറവ് വരുത്തിയത്? പറഞ്ഞു, എനിക്കിപ്പോ ഒരു കുട്ടിയെ ചെലവ് കൂടി, അതുകൊണ്ടാണ്. അങ്ങനെ കാലം വീണ്ടും മുന്നോട്ട് പോയപ്പോ പിന്നെ അയാൾ 1 രൂപയാക്കി. ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം 2 രൂപയ്ക്കല്ലേ തന്നിരുന്നു, ഇപ്പൊ എന്താ 1 രൂപയാക്കിയെന്ന്? പറഞ്ഞു, എനിക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ എനിക്ക് 2 കുട്ടികളായി, ജീവിതത്തിന്റെ ചെലവൊക്കെ കൂടി, അതുകൊണ്ടാണ്. ഉടനെ ഈ യാചകൻ അയാളെ തടുത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എന്റെ ചെലവിലാണോ നിങ്ങളെ കുടുംബം നടത്തുന്നത് എന്ന്? എനിക്ക് തരാനുള്ളത് തരാണ്ടേ, എന്റെ ചെലവിലാണോ തന്റെ കുടുംബം നടത്തുന്നത്? ഇതാണ് അവസ്ഥ. ധർമ്മക്കാരെന്ന് പറയുന്നത് അവരെയൊക്കെ നമ്മള് തന്റെ ധർമ്മം മാറണം. മനുഷ്യൻ കാലം കഴിയുന്തോറും സ്വാർത്ഥനാവുന്നു, പിശുക്കനാവുന്നു, പല രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. നിങ്ങൾ നോക്കൂ, കല്യാണം കഴിയുന്നതോടുകൂടിയിട്ട് പലരും പിശുക്കത്തരം കൂട്ടിയിട്ടേ ഉള്ളൂ. അവരെ കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുന്നത്. മക്കൾ അതിലേറെ പിശുക്കനായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അച്ഛൻ 5 രൂപയുടെ സ്റ്റാമ്പും ഒരു കവറും കൊടുത്തിട്ട് മോനോട് പറഞ്ഞു, മോനെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്തിട്ട് വാങ്ങി. അവൻ കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അച്ഛന്റെ കയ്യിൽ സ്റ്റാമ്പ് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ പോസ്റ്റ് ചെയ്തു. അതെന്താടാന്ന് വെച്ചു. പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പോ ആരും കാണാനില്ല, അപ്പൊ ഞാൻ കവർ വേഗം അതിന്റെ അകത്തിട്ട് സ്റ്റാമ്പുകൾ എടുത്തുകൊണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവര് വിചാരം ആരും കാണാനില്ലാത്തത് കൊണ്ട് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ഛനെ കണ്ടിട്ട് അവൻ പഠിക്കുന്നതേ. അപ്പൊ ആ പിശുക്കത്തരം അവനും വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നമ്മള് വഴിതെറ്റിപ്പോയി എന്ന് പറയുകയാണ്. അപ്പൊ ധാർമ്മിക ജീവിതത്തിന്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് സത്സംഗമാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ വീടുകളിലൊക്കെ കുട്ടിക്കാലം മുതൽക്കേ അങ്ങനെയൊരു സത്സംഗമില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു ലക്ഷ്യവും ഇല്ലാതെയായിപ്പോയി. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പണ്ട് കാലത്ത് കുട്ടികളെയൊക്കെ ഗുരുകുലത്തിലേക്ക് അയക്കുമ്പോൾ കുട്ടികൾക്ക് വ്യക്തമായൊരു ലക്ഷ്യബോധം ആചാര്യന്മാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു പ്രിയൻ. പ്രഹ്ലാദനെ പോലുള്ള കുട്ടികള് ശ്രീരാമസ്വാമിക്ക് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ ഒരു അറിവാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചതെന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രസിദ്ധമായ ഒരു രാമായണമുണ്ട്. ആ രാമായണമാണ് വാസിഷ്ഠ രാമായണം. അതിനെ വിളിക്കുക യോഗവാസിഷ്ഠം എന്നാണ്. കേട്ടിട്ടുണ്ടാവും പലരും. യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞാൽ വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമസ്വാമി ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നതും അതിന് വസിഷ്ഠ മഹർഷി ജീവിതം എന്താണെന്നും അതിനെങ്ങനെയാണ് മാറേണ്ടത് ഉയരേണ്ടതെന്നും ഒക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് യോഗവാസിഷ്ഠം. വായിക്കണം, മനസ്സിലാക്കണം. അത് മൂലം രാമായണത്തിലാണ്, വാൽമീകി രാമായണത്തിലാണ് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കണം ശ്രീരാമസ്വാമിക്ക് കുട്ടിക്കാലത്തെ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യബോധം കിട്ടിയത് എന്ന് പറയുകയാണ്. ഒന്നാമത്തത് ജിജ്ഞാസയാണ്. ജിജ്ഞാസയിൽ നിന്നും സത്സംഗത്തിൽ നിന്നും അറിവിൽ നിന്നും വരേണ്ടതാണ്. ധർമ്മത്തിന്റെ രണ്ടാമത്തെ പടിയാണ് വിവേകം എന്നുള്ളത്. വിവേകം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്നാണ്. സ്വാതന്ത്ര്യം, അതായത് ഏത് വഴിക്കാണ് പോവേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ ബോധത്തോടെ ജീവിക്കുന്നതിനെയാണ് വിവേക ജീവിതം എന്ന് പറയുക. വിവേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, ഇത് വ്യക്തമായിരിക്കും. ഇന്ന് നമുക്കൊക്കെ ബുദ്ധിയുണ്ടെങ്കിലും വിവേകമില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല. എന്ത് വൃത്തികേടുകൾ വേണമെങ്കിലും നമ്മുടെ മനസ്സിനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സാധിപ്പിക്കും. എന്ന് മാത്രമല്ല, നാം ചിന്തിക്കാൻ സാധിക്കാത്തതുപോലും ചിന്തിക്കാൻ മനസ്സിന് സാധിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഒരാളോട്ടൊരു ചെറുപ്പക്കാരനായിട്ട് വർത്തമാനം പറയുന്നത് വേറൊരാൾ കാണുമ്പോ അയാളുടെ മനസ്സിലൂടെ എന്തെല്ലാം നല്ലതും ചീത്തതും പോവണം എന്നുള്ളത് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം അപകടങ്ങൾ പിടിച്ചത് ചിന്തിക്കാം അല്ലേ? നിങ്ങളുടെ ഭർത്താവ് ഒരു ബാറിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ്, നിങ്ങളത് കാണുന്നു, ആ ചിത്രം, എന്ത് ബാറിന്റെ മുന്നിൽ ഹസ്ബൻഡ് നിൽക്കുന്നത്, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾ നോക്കൂ.
എന്തൊരു നല്ലൊരു മനുഷ്യൻ, ഇങ്ങനെയൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ. ഇതൊക്കെ ആയിരിക്കും ചിന്തിക്കുക. വൃത്തികെട്ട മനുഷ്യൻ, വേണ്ടാത്ത കൂട്ടുകെട്ടും കൂടിയിട്ട് ബാക്കിയുള്ളവരെ ജീവിതം നശിപ്പിക്കാനായിട്ട്. പാവം അയാളൊരു പക്ഷേ അവിടെ വേറെ വല്ല കാര്യത്തിനാവും നിന്നിട്ടുണ്ടാവുക. പക്ഷെ മനസ്സ് നോക്കുക എന്തൊക്കെയാ ചിന്തിക്കുന്നത് എന്നുള്ളത്. അതാണ് മനസ്സിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ത് വൃത്തികേട് ചിന്തിക്കാനും നമ്മുടെ മനസ്സിന് സാധിക്കുന്നു പ്രിയ. നമ്മുടെ മനസ്സിന് അവിവേകം നഷ്ടപ്പെട്ടു പോയി പ്രിയ. ഇതുപോലെ പറയുന്നിടത്തും നമുക്കെന്തില്ല, സ്വാതന്ത്ര്യമില്ല. എന്താ നാവുന്ന പുറത്തു വരിക നമ്മുടെ നിയന്ത്രണത്തിലല്ല. എപ്പ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നാവുന്നു വരാം. അതുപോലെ തന്നെ പ്രവൃത്തി എങ്ങനെ വേണമെങ്കിലും വരാം. ഇത് മനസ്സിലാക്കി ജീവിക്കുന്നതിനെയാണ് വിവേകം. എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് ചിന്തിക്കണം. ആ സ്വാതന്ത്ര്യത്തെ വിവേകം എന്നവർ വിളിച്ചു. മൂന്നാമത്തതാണ് അറിവിലൂടെ വിവേകം, ആചരണം വന്നു. മൂന്നാമത്തതാണ് അവർക്ക് മനസ്സിലായി ഈ വിവേകത്തിൽ നിന്ന് വേണം എന്തുണ്ടാവാൻ, വൈരാഗ്യം ഉണ്ടാവാൻ. വൈരാഗ്യം എന്നുള്ള ശബ്ദത്തിന് അവരർത്ഥം പറഞ്ഞത് മറ്റൊരാളോടുള്ള വിദ്വേഷം എന്നല്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിബന്ധങ്ങളെയും ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിച്ച് മറികടക്കാനും സാധിക്കുന്ന ശക്തിയെയാണ് അവര് വൈരാഗ്യശക്തി എന്ന് വിളിച്ചത്. ഏത് പ്രതിബന്ധങ്ങളെയും സ്വീകരിക്കാൻ, അതുപോലെ ആരെന്ത് വേദനകൾ ഉണ്ടാക്കിയാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തിവിശേഷം, ആ ശക്തിയാണ് ഏത്, വൈരാഗ്യം. അതവര് കണ്ടെത്തി എന്ന് പറയാം. നാലാമത്തതാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ, താൻ വ്യവഹാര ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം തന്റെ പെരുമാറ്റം, എങ്ങനെയായിരിക്കണം താൻ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്. ഇതിനെയാണ് അവര് ഭക്തി എന്ന് വിളിച്ചത്. അവര് ധർമ്മത്തിന് 4 പാദങ്ങൾ കണ്ടെത്തി. ഒന്നാമത്തത് അറിവാണ്, രണ്ടാമത്തത് വിവേകമാണ്, മൂന്നാമത്തത് വൈരാഗ്യമാണ്, നാലാമത്തത് ഭക്തിയാണ്. ആ ഭക്തിയുടെ തലത്തിൽ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഭഗവാന്റെ ദാസനാണ്. എന്റെ ജോലി എന്ന് പറയുന്നത് ആര് എന്റെ മുന്നിൽ വരുന്നുണ്ടോ അവരെയൊക്കെ സന്തോഷിപ്പിക്കലാണ്, ആരെയും വേദനിപ്പിക്കലല്ല. അവർക്ക് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, അച്ഛനെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം. ഇതൊന്നും ആയിരുന്നില്ല അവര് പഠിച്ചത്. അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ഭാര്യയായാലും ശരി, ആരായാലും ശരി, അവരെ വേദനിപ്പിക്കാതെ അവരെ സന്തോഷിപ്പിക്കുന്നതാണ് തന്റെ ജീവിതത്തിൽ തനിക്ക് ചെയ്യാനുള്ളത്. കാരണം ഞാൻ ഈശ്വരന്റെ ദാസനാണ്, അവരെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, അവരെ എന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈശ്വരനാണ്. ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പൂജയാക്കിയവര്, അവര് ദാസനും അവരുടെ ജീവിതം പൂജയും. അങ്ങനെ അവര് ജീവിച്ച് അവരുടെ മനസ്സിനെ പ്രകൃതിയിൽ നിന്നും ക്രമേണ വേർപ്പെടുത്തി അവര് ആ മനസ്സിനെ എവിടെ എത്തിച്ചു, ഈശ്വരനിലേക്ക് എത്തിച്ചു. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായൊരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിതത്തിന്റെ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് സമൂഹത്തിൽ എപ്പോഴും നന്മ പറയേണ്ടി വരുന്നത്. ഡോണ്ട് ഡു ദിസ്, ഡു ദാറ്റ് എന്നിങ്ങനെ പറയേണ്ടി വരുന്നത്. ലവ് യുവർ സിസ്റ്റർ, ലവ് യുവർ ഫാദർ, ലവ് യുവർ മദർ എന്നൊക്കെ പറയേണ്ടി വരുന്നത്. ഉറക്കെ പറയട്ടെ, ധർമ്മം പറയാനുള്ളതല്ല, ധർമ്മം ആചരിക്കാനാണ്. ധർമ്മം ആചരിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കണം എന്തിനാണ് ധർമ്മം ആചരിക്കുന്നത്. അപ്പം മനസ്സിലാക്കണം എന്താണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതൊക്കെയാണെങ്കിലോ കുട്ടിക്കാലത്തെ മനസ്സിലായാലേ തന്റെ ഊർജം അനാവശ്യമായി തീരാതെ, മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാതെ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തന്റെ ഊർജത്തെ വ്യക്തമായി കൊണ്ടുപോകാൻ തനിക്ക് സാധിക്കുകയുള്ളൂ. ഏതുപോലെ ഒരു നദിയെ കടലിൽ ലക്ഷ്യമാക്കി ഒഴുക്കി കടലിൽ എത്തിക്കുന്നത് പോലെ, ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടാതെ കടലിൽ എത്തിക്കുന്നത് പോലെ തന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ഊർജത്തെ അല്പം പോലും വേസ്റ്റ് ആക്കാതെ, അല്പം പോലും അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എവിടെ എത്തിച്ചേരണം, അതിന്റെ ഉറവിടത്തിൽ
എത്തിച്ചേരണം. അപ്പോഴാണ് ജീവിതത്തിന് എന്തുള്ളത്? പൂർണ്ണത വരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിച്ചിരുന്നെങ്കിൽ നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മളിപ്പോ ജീവിതം എന്നൊക്കെ പറയുന്നത് ആകെ കുഴപ്പത്തിലാക്കി. ഇന്ന് നമ്മൾ ജീവിതത്തെ നോക്കുമുണ്ടല്ലോ, പലരും ജീവിതത്തിൽ ജീവിക്കുന്നെങ്കിലും സംതൃപ്തരല്ല, പരസ്പരം സ്വഭാവങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരല്ല, പരസ്പരം പെരുമാറ്റങ്ങളെ അതേപോലെ അംഗീകരിക്കാൻ സാധിക്കുന്നവരല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ധർമ്മം അവരവര് അനുഷ്ഠിക്കുന്നില്ല. കാരണം എന്തിനാണ് ജീവിക്കുന്നതെന്ന് അവരവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു വ്യക്തമായ രീതിയിലൊക്കെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം നമുക്കും ഒരു ഭാരമാവില്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും ഒരു ഭാരമാവില്ല. ഇങ്ങനെ മനസ്സിലാക്കിയവരെയാണ് ഋഷീശ്വരന്മാരെന്ന് പറയുന്നത്. അവര് തന്നിരിക്കുന്ന അനുഭൂതിയാണ്, അവരുടെ അനുഭവമാണ് വേദങ്ങളായി ഇവിടെ നിലനിൽക്കുന്നത്. വേദം എന്ന ശബ്ദത്തിന് തന്നെ അർത്ഥം അറിവ് എന്നാണ്. സംസ്കൃതത്തിൽ വിദ് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന ശബ്ദം വരുന്നത്. വിദ് എന്ന് പറഞ്ഞാൽ വിദ്വാൻ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ അതിൽ നിന്നാണ് വരുന്നത്. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അറിവുള്ളവൻ. അപ്പൊ വിദ് എന്ന് പറഞ്ഞാൽ അറിവ്, അറിവ്. ടു അറിയുക എന്നാണ്, ടു നോ എന്നാണ്. അപ്പൊ വിദ് എന്ന് പറഞ്ഞാൽ അറിയുക. എന്തിനെ അറിയുക? തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ജീവിതം എന്നുള്ള ശബ്ദം വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ ലക്ഷ്യം അത് വന്നിടത്തേക്ക് പോവലാണെങ്കിൽ ഈ മനസ്സിന്റെ ലക്ഷ്യം, എന്റെ ഉള്ളിലിരിക്കുന്ന മനസ്സിന്റെ ലക്ഷ്യം അതിന്റെ ഉറവിടമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് ചേരുന്നതാണ്. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കിയത്. ഇത് മനസ്സിലാക്കി അവര് ആ ജീവിതത്തിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് കാണിച്ചു തന്നു. അതിനെയാണ് ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ വന്നു. ഒന്ന് ബ്രഹ്മവും, രണ്ട് ധർമ്മവും. ഇതിനെയാണ് സനാതനവും ധർമ്മവും. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറഞ്ഞു സനാതന ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ പൂർണ്ണത, സനാതനം എന്ന് പറഞ്ഞാൽ നിത്യത, ശാശ്വതം എന്നൊക്കെയാണ് സനാതനം എന്നുള്ളതിനർത്ഥം. അപ്പം സനാതനമായതിലേക്ക്, പൂർണ്ണമായതിലേക്ക് മനസ്സ് ലയിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ധാർമ്മികമായൊരു ജീവിതം വേണം. അപ്പൊ സനാതന ധർമ്മം, ബ്രഹ്മവും ധർമ്മവും, ഇതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാര് കാണിച്ചു വച്ചിരിക്കുന്നത്.